ദൈവത്തിൻ്റെ അതിധന്യമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവസഭ എന്ന വിഷയത്തോടുള്ള ബന്ധത്തിൽ യേശുക്രിസ്തു ദൈവം എന്ന വിഷയമാണ് ഇവിടെ വിചിന്തനം ചെയ്യുവാൻ കർത്താവിൽ നമ്മൾ ആശ്രയിക്കുന്നത്. മത്തായി എഴുതിയ സുവിശേഷം 16-ാമത്തെ അധ്യായം 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. മത്തായി എഴുതിയ സുവിശേഷം 16-ാമത്തെ അധ്യായം 15 മുതൽ 17 വരെ. നിങ്ങളോ എന്നെ ആരെന്ന് പറയുന്നു എന്നവൻ ചോദിച്ചതിന് ശിമോൻ പത്രോസ്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്നും ഉത്തരം പറഞ്ഞു. യേശു അവനോട്, ബർയോനാ ശിമോനെ, നീ ഭാഗ്യവാൻ. ജഡരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവത്രേ നിനക്കിത് വെളിപ്പെടുത്തിയത്. ഇവിടെ യേശുക്രിസ്തു ദൈവമാണെന്നുള്ള തിരിച്ചറിവ് പത്രോസിനുണ്ടാകുകയാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ദൈവത്തിൻ്റെ മൂന്നാളത്വങ്ങളാണ്, എന്നാൽ ഒരേ അസ്തിത്വമാണ്. പരിശുദ്ധാത്മാവ് യേശുവിൻ്റെ ആത്മാവാണ്. അപ്പോസ്തലപ്രവൃത്തികൾ 16-ാമത്തെ അധ്യായം 6-7 വാക്യങ്ങൾ. അപ്പോസ്തലപ്രവൃത്തികൾ 16-ാമത്തെ അധ്യായം 6-7 വാക്യങ്ങൾ. അവർ ആസ്യയിൽ വചനം പ്രസംഗിക്കരുതെന്ന് പരിശുദ്ധാത്മാവ് വിലക്കുകയാൽ ഫ്രുഗ്യയിലും ഗലാത്യദേശത്തിലും കൂടി സഞ്ചരിച്ചു. മുസ്യയിലെത്തി ബിഥുന്യയ്ക്ക് പോകാൻ ശ്രമിച്ചു. യേശുവിൻ്റെ ആത്മാവോ അവരെ സമ്മതിച്ചില്ല. 6-ാമത്തെ വാക്യത്തിൽ അവർ ആസ്യയിൽ വചനം പ്രസംഗിക്കരുതെന്ന് പരിശുദ്ധാത്മാവ് വിലക്കുകയാൽ. 6-ാമത്തെ വാക്യത്തിൽ പരിശുദ്ധാത്മാവ് വിലക്കുകയാൽ എന്ന് കാണുന്നു. 7-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ മുസ്യയിലെത്തി ബിഥുന്യയ്ക്ക് പോകാൻ ശ്രമിച്ചു. യേശുവിൻ്റെ ആത്മാവ് അവരെ സമ്മതിച്ചില്ല. അപ്പോൾ 6-ാമത്തെ വാക്യത്തിൽ പരിശുദ്ധാത്മാവ് വിലക്കുകയാൽ എന്ന് പറയുന്നു. 7-ാമത്തെ വാക്യത്തിൽ യേശുവിൻ്റെ ആത്മാവ് എന്ന് പറയുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവ് തന്നെയാണ് യേശുവിൻ്റെ ആത്മാവ്. ഗലാത്യലേഖനം 4-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യം. ഗലാത്യലേഖനം 4-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യം. നിങ്ങൾ മക്കളാകൊണ്ട് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രൻ്റെ ആത്മാവിനെ ദൈവം നിങ്ങളുടെ ഹൃദയങ്ങളിൽ അയച്ചു. ഗലാത്യലേഖനം 4:6. നിങ്ങൾ മക്കളാകൊണ്ട് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രൻ്റെ ആത്മാവിനെ ദൈവം നിങ്ങളുടെ ഹൃദയങ്ങളിൽ അയച്ചു. അപ്പോൾ ഇവിടെ പരിശുദ്ധാത്മാവിനെ സ്വപുത്രൻ്റെ ആത്മാവ്, അതായത് യേശുക്രിസ്തുവിൻ്റെ ആത്മാവെന്ന് അവിടെ രേഖപ്പെടുത്തുകയാണ്. വീണ്ടും പരിശുദ്ധാത്മാവും പിതാവിൻ്റെയും പുത്രൻ്റെയും ആത്മാവും ഒന്നാണെന്ന് ഒരേ ഭാഗത്ത് തന്നെ വിവരിക്കുന്ന തിരുവെഴുത്തുകളെ നമ്മൾ കാണുന്നുണ്ട്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും ആത്മാവ്. റോമാലേഖനം 8-ാമത്തെ അധ്യായം 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ.
റോമാലേഖനം 8-ാമത്തെ അധ്യായം 9 മുതൽ 11 വരെ. നിങ്ങളോ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ ജഡസ്വഭാവമുള്ളവരല്ല, ആത്മസ്വഭാവമുള്ളവരത്രേ. ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിലോ ശരീരം പാപം നിമിത്തം മരിക്കേണ്ടതെങ്കിലും ആത്മാവ് നീതി നിമിത്തം ജീവനാകുന്നു. യേശുവിനെ മരിച്ചവൻ ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ ക്രിസ്തു യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യശരീരങ്ങളെയും ജീവിപ്പിക്കും. റോമാലേഖനം 8-ാമത്തെ അധ്യായം 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും ആളത്വത്തെ ഒരേ അസ്തിത്വമായിട്ട് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. 9-ാമത്തെ വാക്യത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ്, അവിടെ തന്നെ പറയുന്നു ആത്മസ്വഭാവം. ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ. അപ്പോൾ ഇതെല്ലാം പരിശുദ്ധാത്മാവാണ്. 11-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ്, അതുതന്നെയാണ് 9-ാമത്തെ വാക്യത്തിൽ കാണുന്ന ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ. അതുതന്നെയാണ് ദൈവത്തിൻ്റെ ആത്മാവ്. 11-ാമത്തെ വാക്യത്തിൽ വീണ്ടും നമ്മൾ കാണുന്നു തൻ്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും. അപ്പോൾ അത് ക്രിസ്തുയേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനെ കൊണ്ട്. അപ്പോൾ എന്നേക്കും കൂടെയിരിക്കേണ്ടതിന് ശിഷ്യന്മാരിൽ പകരുന്ന പരിശുദ്ധാത്മാവിനെ ഇവിടെ ദൈവത്തിൻ്റെ ആത്മാവെന്ന് രേഖപ്പെടുത്തിയിരിക്കുക. ക്രിസ്തുയേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ച ദൈവത്തിൻ്റെ ആത്മാവ് എന്ന തരത്തിൽ രേഖപ്പെടുത്തിയിരിക്കുക. അപ്പോൾ ഓർക്കണം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും അസ്തിത്വത്തിൽ ഒന്നായിട്ട് നിലനിൽക്കുന്നതിൻ്റെ കാരണം ഇത് ഒരേ ആത്മാവായതുകൊണ്ടാണ്. റോമാലേഖനം 8-ാമത്തെ അധ്യായം 12 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. ആകയാൽ സഹോദരന്മാരെ, നാം ജഡത്തെ അനുസരിച്ച് ജീവിക്കേണ്ടതിന് ജഡത്തിനല്ല കടക്കാരാകുന്നത്. നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നു എങ്കിൽ മരിക്കും നിശ്ചയം. ആത്മാവിനാൽ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നു എങ്കിലോ നിങ്ങൾ ജീവിക്കും. ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിൻ്റെ മക്കളാകുന്നു. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിൻ്റെ ആത്മാവിനെ അല്ല, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. ഇവിടെ നമ്മൾ പരിശുദ്ധാത്മാവിനെ കാണുന്നു, ദൈവാത്മാവിനെ കാണുന്നു, പുത്രത്വത്തിൻ ആത്മാവിനെ കാണുന്നു. ഇത് മൂന്നും സാരാംശത്തിൽ പരിശുദ്ധാത്മാവാണ്. നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നു എങ്കിൽ മരിക്കും നിശ്ചയം. ആത്മാവിനാൽ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നു എങ്കിലോ നിങ്ങൾ ജീവിക്കും. ഇവിടെ പറയുന്ന ആത്മാവ് പരിശുദ്ധാത്മാവാണ്. ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുവാൻ തക്കവണ്ണം ആത്മാവിനെ അനുസരിച്ച് ജീവിക്കണം. അങ്ങനെ അത്തരത്തിൽ ജീവിക്കുന്നവരാണ് ദൈവാത്മാവ് നടത്തുന്നവർ. അതുതന്നെയാണ് പരിശുദ്ധാത്മാവ്.
നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിൻ്റെ ആത്മാവിനെ അല്ല, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. നാം പ്രാപിച്ചത് ഏതാണ്? പരിശുദ്ധാത്മാവിനെ. ഇവിടെ രേഖപ്പെടുത്തുന്നു പുത്രത്വത്തിൻ ആത്മാവിനെ. ഇപ്പോൾ നോക്കണം, ഇവിടെയും നമ്മൾ കാണുന്നത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും ഏകത്വം, അസ്തിത്വത്തിൽ ഒന്നെന്നുള്ളത് നമ്മളിവിടെ കാണുകയാണ്. അതേസമയം നമ്മൾ തിരിച്ചറിയേണ്ടുന്ന പരമപ്രധാനമായൊരു വസ്തുത, പിതാവായ ദൈവവും പുത്രനായ ക്രിസ്തുയേശുവും കാര്യസ്ഥനായിരിക്കുന്ന പരിശുദ്ധാത്മാവും ചേർന്ന് പ്രവർത്തിക്കുന്നത് ഓരോ ക്രിസ്തുഭക്തനും പരിശുദ്ധാത്മാവ് കേന്ദ്രീകൃതമായ ഒരു ജീവിതം നയിക്കുന്നതിന് വേണ്ടിയാണ്. പരിശുദ്ധാത്മാവ് കേന്ദ്രീകൃതമായ ഒരു ജീവിതം. ചുരുക്കത്തിൽ ക്രിസ്തീയ ജീവിതം മുഴുവൻ പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിലുള്ളൊരു ജീവിതമാണ്. പരിശുദ്ധാത്മാവിനെ അനുസരിച്ചുള്ളൊരു ജീവിതമാണ്. അത്തരത്തിലാണ് ക്രിസ്ത്യ ജീവിതം മുന്നോട്ട് പോകുന്നത്. 4 സുവിശേഷങ്ങൾക്ക് ശേഷം അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് വരുമ്പോൾ അവിടെ സുവിശേഷങ്ങളിൽ യേശുക്രിസ്തുവിനോടൊപ്പം നടന്ന ശിഷ്യന്മാരെ നാം കാണുന്നു. എന്നാൽ ക്രൂശീകരണത്തോടുകൂടി യേശുക്രിസ്തുവിൻ്റെ സജീവ സാന്നിധ്യം മാറിപ്പോയെങ്കിലും ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തു പിതാവിൻ്റെ സന്നിധിയിൽ ചെന്ന് പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥനെ നൽകുകയാണ്. ആ കാര്യസ്ഥൻ്റെ സമ്പൂർണ്ണ നിയന്ത്രണത്തിലും ആ കാര്യസ്ഥനോടുള്ള വിധേയത്വത്തിലും ശിഷ്യന്മാർ ചെയ്തെടുക്കുന്നതാണ് അപ്പോസ്തല പ്രവൃത്തികൾ മുഴുവൻ. അതായത് അപ്പോസ്തല പ്രവൃത്തികൾ അപ്പോസ്തലന്മാരിലൂടെ പരിശുദ്ധാത്മാവ് ചെയ്യുന്നതാണ്. ആ ഒരു അളവിൽ യേശുക്രിസ്തുവിനെ അറിഞ്ഞ ഓരോ വിശ്വാസികളും ആയിത്തീരണമെന്നും പരിശുദ്ധാത്മാവ് കേന്ദ്രീകൃതമായ ഒരു ജീവിതം എല്ലാവരും നയിക്കുന്നവരാകണമെന്നും ദൈവവചനം അനുശാസിക്കുകയാണ്. അപ്പോൾ അതിനായിട്ടാണ് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും വ്യത്യസ്തമായ ആളത്വമായും അതേസമയം ഒരേ അസ്തിത്വമായും പ്രവർത്തിക്കുന്നത്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 6-ാമത്തെ അധ്യായം 32 മുതലുള്ള വാക്യങ്ങൾ. 32-ാമത്തെ വാക്യം. യേശു അവരോട്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, സ്വർഗത്തിൽ നിന്നുള്ള അപ്പം മോശയല്ല നിങ്ങൾക്ക് തന്നത്, എൻ്റെ പിതാവത്രേ സ്വർഗത്തിൽ നിന്നുള്ള സാക്ഷാൽ അപ്പം നിങ്ങൾക്ക് തരുന്നത്. 5 അപ്പം കൊണ്ട് 5000 പേരെ, സ്ത്രീകളെ, കുഞ്ഞുങ്ങളെ പോഷിപ്പിച്ച ശേഷം അടുത്ത ദിവസം യേശുവിനെ തേടിയെത്തുന്ന പുരുഷാരത്തോട് യേശുക്രിസ്തു അവിടുന്ന് ഭൂമിയിലേക്ക് വന്നതിൻ്റെ പരമപ്രധാനമായ ലക്ഷ്യത്തെക്കുറിച്ച് ഇവിടെ വിവരിക്കുകയാണ്. 32-ാമത്തെ വാക്യത്തിൽ യേശു അവരോട്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, സ്വർഗത്തിൽ നിന്നുള്ള അപ്പം മോശയല്ല നിങ്ങൾക്ക് തന്നത്, എൻ്റെ പിതാവത്രേ സ്വർഗത്തിൽ നിന്നുള്ള സാക്ഷാൽ അപ്പം നിങ്ങൾക്ക് തരുന്നത്. നേരത്തെ അവർക്ക് മന്ന കൊടുത്തു ഇസ്രായേൽ ജനത്തിന് മരുഭൂമിയിൽ. അതിനെ ഉദ്ധരിച്ചുകൊണ്ട് യേശുക്രിസ്തു ഇവിടെ പറയുന്നു, സ്വർഗത്തിനുള്ള സാക്ഷാൽ അപ്പം ദൈവം അവർക്ക് കൊടുക്കുകയാണ്. 33-ാമത്തെ വാക്യം. ദൈവത്തിൻ്റെ അപ്പമോ
സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ലോകത്തിന് ജീവനെ കൊടുക്കുന്നതാകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ 33-ാമത്തെ വാക്യത്തിൽ ദൈവത്തിൻ്റെ അപ്പം ഏതാണ്? സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ലോകത്തിന് ജീവനെ കൊടുക്കുന്നത്. അതെന്താണ്? 35-ാമത്തെ വാക്യത്തിൽ നമ്മളത് കാണുന്നു. യേശു അവരോട് പറഞ്ഞത്, ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു. എൻ്റെ അടുക്കൽ വരുന്നവന് വിശക്കയില്ല. എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും ദാഹിക്കുകയുമില്ല. അപ്പോൾ ഇവിടെ യേശുക്രിസ്തു പറയുന്നത് സ്ഥായിയായ വിശപ്പും ദാഹവും മാറ്റുവാൻ, അത് അക്ഷരീയമായ വിശപ്പും ദാഹവുമല്ല, ആത്മീയമായ വിശപ്പിനെയും ദാഹത്തെ അവിടെ സൂചിപ്പിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഒരു മനുഷ്യന് സ്ഥായിയായ സമാധാനവും സ്വസ്ഥതയും ആശ്വാസവും ലഭിക്കണമെങ്കിൽ അവൻ യഥാർത്ഥത്തിൽ ദൈവസന്നിധിയിൽ വന്നേ മതിയാകൂ. അത്തരത്തിൽ മനുഷ്യന് ലഭിക്കുവാനുള്ള ശാശ്വതമായ ആശ്വാസത്തെക്കുറിച്ചാണ്, സ്വസ്ഥതയെക്കുറിച്ചാണ് പരിശുദ്ധാത്മാവ് ഇവിടെ രേഖപ്പെടുത്തുന്നത്. ഇവിടെ പറയുന്നു 35-ാമത്തെ വാക്യത്തിൽ യേശു അവരോട് പറഞ്ഞത്, ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു. എൻ്റെ അടുക്കൽ വരുന്നവന് വിശക്കയില്ല. എന്നിൽ വിശ്വസിക്കുന്നവന് ഒരു നാളും ദാഹിക്കുകയില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം ജീവൻ്റെ അപ്പമാകുന്നു എന്ന് പറയുമ്പോൾ അവർക്ക് ജീവനെ നൽകുവാൻ പ്രാപ്തിയുള്ളവൻ, ശാശ്വതമായ സമാധാനവും ആശ്വാസവും നൽകുവാൻ പ്രാപ്തിയുള്ളവൻ. 38-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, ഞാൻ എൻ്റെ ഇഷ്ടമല്ല, എന്നെ അയച്ചവൻ്റെ ഇഷ്ടമത്രേ ചെയ്യുവാൻ സ്വർഗത്തിൽ നിറങ്ങി വന്നിരിക്കുന്നു. അവൻ എനിക്ക് തന്നതിൽ ഒന്നും ഞാൻ കളയാതെ എല്ലാം ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കണം എന്നാകുന്നു എന്നെ അയച്ചവൻ്റെ ഇഷ്ടം. 40-ാമത്തെ വാക്യം, പുത്രനെ നോക്കിക്കൊണ്ട് അവനിൽ വിശ്വസിക്കുന്നേവനും നിത്യജീവൻ ഉണ്ടാകണമെന്നാകുന്നു എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം. ഞാൻ അവനെ ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കും. അപ്പോൾ ഇവിടെ സജീവമായ ദൈവപ്രവൃത്തി ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ എപ്രകാരം ആകണമെന്നുള്ളത് ഇവിടെ വിവരിക്കുകയാണ്. ഇവിടെ യേശുക്രിസ്തുവിനെ പ്രതിപാദിക്കുന്നു, പിതാവായ ദൈവത്തെ പ്രതിപാദിക്കുന്നു, അവരിൽ പരിവർത്തിക്കുന്ന പരിശുദ്ധാത്മാവിനെ പ്രതിപാദിക്കുകയാണ്. 48-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു യേശുക്രിസ്തു പറയുകയാണ്. ആ ജീവൻ്റെ അപ്പം അതെങ്ങനെയാണ് അത് പ്രായോഗിക ജീവിതത്തിൽ ഫലം ഉണ്ടാക്കുന്നതെന്നുള്ളത് 47-ാമത്തെ വാക്യം, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. അപ്പോൾ വിശ്വസിക്കുന്ന ഏവനും നിത്യമായ ജീവനെ പ്രദാനം ചെയ്യുവാൻ ഉതകുന്ന ജീവൻ്റെ അപ്പമാണ് യേശുക്രിസ്തു. അപ്പോൾ ഇത്തരത്തിൽ ആത്മീയമായ മർമ്മങ്ങളെ യേശുക്രിസ്തുവിടെ കൈമാറുകയാണ്. 51-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാകുന്നു. ഈ അപ്പം തിന്നുന്നവൻ എല്ലാം എന്നേക്കും ജീവിക്കും. ഞാൻ കൊടുപ്പാനിരിക്കുന്ന അപ്പമോ ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ കൊടുക്കുന്ന എൻ്റെ മാംസമാകുന്നു. അപ്പോൾ ഇവിടെ യേശുക്രിസ്തു നൽകുന്ന അപ്പം എന്താണെന്ന് ഇവിടെ വിവരിക്കുകയാണ്. യേശുക്രിസ്തു പറയുന്നു, അത് ലോകത്തിൻ്റെ ജീവന് വേണ്ടി അവിടുന്ന് കൊടുക്കുന്ന അവിടുത്തെ മാംസം. 53 മുതൽ 58 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ,
ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രൻ്റെ മാംസം തിന്നാതെയും അവൻ്റെ രക്തം കുടിക്കാതെയും ഇരുന്നാൽ നിങ്ങൾക്ക് ഉള്ളിൽ ജീവനില്ല. എൻ്റെ മാംസം തിന്നുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. ഞാൻ ഒടുക്കത്തെ നാളിൽ അവനെ ഉയിർത്തെഴുന്നേൽപ്പിക്കും. എൻ്റെ മാംസം സാക്ഷാൽ ഭക്ഷണവും എൻ്റെ രക്തം സാക്ഷാൽ പാനീയവും ആകുന്നു. എൻ്റെ മാംസം തിന്നുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കും. ഇവിടെ ശ്രദ്ധിക്കണേ, 56 വാക്യത്തിൽ എൻ്റെ മാംസം തിന്നുകയും, നോക്കണേ, അവൻ എന്ത് ചെയ്യും? എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. അപ്പോൾ ഇവിടെ ഇത് അക്ഷരീയമായിട്ട് യേശു പറയുന്നൊരു കാര്യമല്ല. കാരണം യേശുക്രിസ്തുവിൻ്റെ രക്തവും മാംസവും ഭക്ഷിക്കാൻ കഴിയത്തില്ല. യേശുക്രിസ്തുവിൻ്റെ രക്തവും മാംസവും ഭക്ഷിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ അക്ഷരീയമായിട്ട് ചിന്തിച്ചാൽ അവിടെ വസിക്കാൻ പിന്നെ യേശുക്രിസ്തു ഇല്ല. എന്നാൽ ഇവിടെ യേശുക്രിസ്തു പറയുന്ന ആ ആത്മീയ അർത്ഥം അത് അക്ഷരീയമല്ല, ആത്മീയമായ അർത്ഥമാണ്. വീണ്ടും മുമ്പോട്ട് വായിക്കുമ്പോൾ, എൻ്റെ മാംസം തിന്നുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. ഞാൻ ഒടുക്കത്തെ നാളിൽ അവനെ ഉയിർത്തെഴുന്നേൽപ്പിക്കും. അപ്പോൾ ഇവിടെ ഉണ്ടാകേണ്ടുന്ന ജീവൻ എന്താണ്? നിത്യജീവൻ. അത് ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന ജീവനാണ്, മരണത്തെ തോൽപ്പിക്കുന്ന പുനരുത്ഥാനത്തിൻ്റെ ജീവൻ. 55 മുതൽ വായിക്കുമ്പോൾ, എൻ്റെ മാംസം സാക്ഷാൽ ഭക്ഷണവും എൻ്റെ രക്തം സാക്ഷാൽ പാനീയവുമാകുന്നു. എൻ്റെ മാംസം തിന്നുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. ജീവനുള്ള പിതാവ് എന്നെ അയച്ചിട്ട് ഞാൻ പിതാവിൻ മൂലം ജീവിക്കുന്നത് പോലെ എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന അപ്പം ഇതാകുന്നു. ശ്രദ്ധിക്കണേ, യേശുക്രിസ്തു അവിടുത്തെ ഭൂമിയിലേക്കുള്ള വരവിൻ്റെ കാതലായ വിഷയങ്ങളെ ഇവിടെ എന്ത് ചെയ്യുക? പരാമർശിക്കുക. അവിടുത്തെ മാംസം തിന്നുന്ന കാര്യവും അവിടുത്തെ രക്തം കുടിക്കുന്ന കാര്യങ്ങളുമൊക്കെ അവിടുന്ന് പറയുന്നു. അത്തരത്തിലാണെങ്കിൽ മാത്രമേ യേശുക്രിസ്തുവിൽ വസിക്കാൻ സാധ്യമാകൂ എന്ന് പറയുന്നു. എന്നാൽ ഇതിൻ്റെ സാരാംശം എന്താണെന്ന് അവിടുന്ന് വ്യക്തമാക്കുകയാണ് 62, 63 വാക്യങ്ങളിൽ. യോഹന്നാന്റെ സുവിശേഷം 6-ാമത്തെ അധ്യായം 62, 63 വാക്യങ്ങൾ. മനുഷ്യപുത്രൻ മുമ്പേ ഇരുന്നിടത്തേക്ക് കയറിപ്പോകുന്നത് നിങ്ങൾ കണ്ടാലോ? ജീവിപ്പിക്കുന്നത് മാംസമാകുന്നു, മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു. അപ്പോൾ ഇവിടെ യേശുക്രിസ്തു എത്രത്തോളം യേശുക്രിസ്തുവിൻ്റെ ആ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്നുള്ളതാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? വ്യക്തമാക്കുന്നത്. അവിടുത്തെ മാംസം ഭക്ഷിക്കുക, അവിടുത്തെ രക്തം കുടിക്കുക എന്ന് പറയുമ്പോൾ അത്രത്തോളം ആ വ്യക്തിയെ നാം നമ്മുടെ ജീവിതത്തിൽ ഏറ്റെടുക്കുക എന്നുള്ളതാണ് കർത്താവ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് 63-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു. 64-ാമത്തെ വാക്യത്തിൽ, എങ്കിലും വിശ്വസിക്കാത്തവർ നിങ്ങളുടെ ഇടയിൽ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഈ യേശുക്രിസ്തു പറയുന്ന ആത്മീയ സത്യങ്ങളെ വിശ്വസിച്ച് ഗ്രഹിച്ച് അതിനായി ജീവിതത്തെ സമർപ്പിച്ച് ആത്മീയ ജീവനുള്ളവനായി മാറി നാം ഓരോരുത്തരുമായിത്തീരണമെന്ന് കർത്താവ് ആഗ്രഹിക്കുകയാണ്. കാര്യം എന്താണ്? ഇതിൻ്റെ ആത്യന്തിക ലക്ഷ്യം എന്താ? ഒടുക്കത്തെ നാളിൽ എന്ത് ചെയ്യണം? ഉയർത്തെഴുന്നേൽക്കണം. യോഹന്നാന്റെ സുവിശേഷം 6-ാമത്തെ അധ്യായം അതിൻ്റെ 44-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ കാണുന്നു, എന്നെ അയച്ച പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആർക്കും എൻ്റെ അടുക്കൽ വരുവാൻ കഴിയുകയില്ല, ഞാൻ ഒടുക്കത്തെ നാളിൽ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ
മാംസം ഭക്ഷിച്ച് യേശുക്രിസ്തുവിൻ്റെ രക്തം പാനം ചെയ്ത് ജീവൻ പ്രാപിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം മറ്റൊന്നുമല്ല, പരിശുദ്ധാത്മാവിനെ സ്വായത്തമാക്കുക. യേശുക്രിസ്തു ദാനമായി തരുന്ന അയക്കുന്ന പരിശുദ്ധാത്മാവിനെ സ്വായത്തമാക്കി ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പ് ഉറപ്പാക്കുവാൻ യേശുക്രിസ്തു ഓരോ ക്രിസ്തുഭക്തന്മാരെയും ഇവിടെ പ്രബോധിപ്പിക്കുകയാണ്. നോക്കണമേ, അപ്പോസ്തല പ്രവൃത്തികൾ 2-ാമത്തെ അധ്യായം 38-39 വാക്യങ്ങൾ. പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. 39 വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥന്മാരായ ഏവർക്കും ഉള്ളതല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ യേശുക്രിസ്തു മരിച്ചു, അടക്കം ചെയ്യപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, സ്വർഗത്തിലേക്ക് കരേറിപ്പോയി. അവിടുന്ന് പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥനെ ഭൂമിയിലേക്ക് അയച്ചു. പെന്തക്കോസ്ത് നാളിൽ ശിഷ്യന്മാർ എഴുന്നേറ്റ് നിന്ന് സുവിശേഷം ഘോഷിക്കുമ്പോൾ അവർ ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടിസ്ഥാനമായ വസ്തുത ഇവിടെ വെളിപ്പെടുത്തുകയാണ്: പരിശുദ്ധാത്മാവെന്ന ദാനം പ്രാപിക്കുക. അപ്പോൾ യേശുക്രിസ്തു പറയുന്നത് പോലെ അവിടുത്തെ മാംസവും അവിടുത്തെ രക്തവും അവിടുന്ന് നൽകുന്നു എന്ന് പറയുമ്പോൾ അവിടുന്ന് അക്ഷരികമായിട്ട് മാനകുലത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനായിട്ട് കാൽവരി ക്രൂശിൽ യാഗമായി, ഒന്നാമത്തെ മനുഷ്യൻ്റെ ലംഘനത്തിന് അനുസരണത്താൽ പരിഹാരം വരുത്തി, ഒന്നാമത്തെ മനുഷ്യനിൽ നിന്ന് വിട്ടുപോയ പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥനെ മനുഷ്യർക്കായി ഭൂമിയിലേക്ക് അയക്കുന്നു. ആ ദാനമാണ് നാം സ്വന്തമാക്കേണ്ടത്. ചുരുക്കത്തിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും അസ്തിത്വത്തിൽ ഒന്നാണ്. ആ നിലയിൽ അസ്തിത്വത്തിൽ ഒന്നാക്കി നിർത്തുന്നത് പരിശുദ്ധാത്മാവാണ്. ആ പരിശുദ്ധാത്മാവിനെയാണ് ദൈവം നമുക്ക് ദാനമായി തരുവാൻ ആഗ്രഹിക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയരെ, നമുക്ക് നമ്മുടെ ക്രിസ്ത്യ ജീവിതം നാഥൻ്റെ പാദപീഠത്തിലേക്ക് സമർപ്പിക്കാം. കർത്താവിനായി നിലനിൽക്കുവാൻ, മുന്നോട്ട് പോകുവാൻ നമുക്ക് ഒരുങ്ങാം. നമ്മുടെ ജീവിതത്തെ ഒന്നുകൂടി നമുക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവത്തിൻ്റെ അതിശ്രേഷ്ഠ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.